ഹായ് ഓൾ, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പഠിച്ച 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 5ാമത്തെ അധ്യായം നമ്മുടെ ഭൂമി, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഭാഗത്ത് നിന്നുള്ള ഒരു വർക്ക്ഷീറ്റോട് കൂടിയിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഈ വർക്ക്ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനാണ് വർക്ക്ഷീറ്റൊക്കെ നോക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു പക്ഷേ നമുക്ക് ഏത് തരത്തിൽ ചോദ്യങ്ങൾ വന്നാലും ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പോൾ ഒന്നാമത്തത് നോക്കുക. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ ഉറപ്പുള്ള ഭാഗമാണ് ഭൂവൽക്കം. ശരിയാണ്. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഔട്ടർ ലെയർ ഓഫ് എർത്ത് അത് ക്രസ്റ്റാണ്, ഭൂവൽക്കമാണ്. അത് കനം കുറഞ്ഞ പാളിയാണ്. ഇനി രണ്ടാമത്തത്, ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. അതും എന്താ? ശരിയാണ്. ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. ശിലാപദാർത്ഥങ്ങൾ മാഗ്മ ഉരുകി അർദ്ധ ദ്രവാവസ്ഥയിൽ കാണുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അതും എന്താണ്? ശരിയാണ്. അസ്തനോസ്ഫിയറിൽ മാഗ്മ കാണപ്പെടുന്നത്, അതായത് ശിലാപദാർത്ഥങ്ങൾ ഉരുകിയ അർദ്ധ ദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അടുത്തത്, പുറക്കാമ്പ് ദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. പുറക്കാമ്പ് ദ്രവാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ഇനി അകക്കാമ്പാണെങ്കിലോ? അകക്കാമ്പ് അവിടുത്തെ മർദ്ദം കാരണം അത് സോളിഡ് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിവ ഭൂവൽക്കത്തിൻ്റെ 2 ഭാഗങ്ങളാണ്. അതും എന്താണ്? ശരിയാണ്. കാമ്പിന് നിഫെ എന്നും പേരുണ്ട്. അതും എന്താണ്? അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തതായി ഈ ചാപ്റ്ററിൽ ഭൂമിയുടെ അന്തരീക്ഷം, എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടത്, അന്തരീക്ഷം എന്ന് പറയുന്നത് ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ്, അല്ലെങ്കിൽ വായുവിൻ്റെ ആവരണമാണ് അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിൽ വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എല്ലാം തന്നെ ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൻ്റെ സംരചന എന്നൊക്കെ പരീക്ഷയ്ക്ക് ഒരുപക്ഷെ ചോദിച്ചു കണ്ടാൽ ഭയപ്പെടേണ്ടതില്ല. അത് എന്താണ്? കോമ്പോസിഷൻ ഓഫ് ദി അറ്റ്മോസ്ഫിയർ എന്നാണ്. അപ്പോൾ അന്തരീക്ഷം എങ്ങനെയൊക്കെയാണ്, എന്തിനെക്കൊണ്ടൊക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, അന്തരീക്ഷത്തിൽ വാതകങ്ങളുണ്ട്, ജലാംശമുണ്ട്, പൊടിപടലങ്ങൾ ഉണ്ട്. മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കും ജീവവായുവായിട്ട് എന്താ? ഓക്സിജന്. സസ്യങ്ങളുടെ നിലനിൽപ്പിന് കാർബൺ ഡൈ ഓക്സൈഡും നമുക്ക് ലഭിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിന് സഹായിക്കുന്ന 2 വാതകങ്ങളാണ് ഏത്? ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. ഇനി നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആകെ അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ്. ഓർത്തുവെക്കുക, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് 10,000-ഓളം കിലോമീറ്റർ ഉയരം വരെയാണ് അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുള്ളത്. ആകെ അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ്. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരികയാണ് ചെയ്തത്. അന്തരീക്ഷത്തിൻ്റെ മുകൾ വിതാനങ്ങളിലേക്ക് പോകുന്നതിനനുസരിച്ച് വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരും. ഈ ഭാഗത്ത് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് അന്തരീക്ഷത്തിലെ നൈട്രജൻ്റെ അളവാണ്. 78% നൈട്രജൻ. 100-ലെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ 78% നൈട്രജനാണ്. 21% ഓക്സിജനുള്ളത്. അതിനുശേഷം ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, ഹൈഡ്രജൻ തുടങ്ങിയ വാതകങ്ങളും അന്തരീക്ഷത്തിൽ നിലകൊള്ളുന്നു. ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? 78% വരുന്ന നൈട്രജനാണ്. നൈട്രജനും ഓക്സിജനും കൂടി ആകെ അന്തരീക്ഷ സംരചനയിൽ എത്ര ശതമാനം ഉൾക്കൊള്ളുന്നുണ്ട്? 99% ഓക്സിജനും നൈട്രജനും കൂടെ അന്തരീക്ഷത്തിൽ ഉള്ളത്. ബാക്കി 1% കാർബൺ ഡൈ ഓക്സൈഡ്, ആർഗൺ, സിനോൺ തുടങ്ങിയ വാതകങ്ങളാണ്. ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയ ഏതാണ്? ബാഷ്പീകരണം അഥവാ ഇവാപ്പറേഷനാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം
90 കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളൂ. അപ്പോൾ ഓർത്ത് വെക്കുക, മുകളിലേക്ക് പോകുമ്പോൾ വാതകങ്ങളുടെ അളവും കുറഞ്ഞു വരും, ജലബാഷ്പത്തിൻ്റെ അളവും കുറഞ്ഞു വരും. 90 കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളൂ. വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമെ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലി അഥവാ ഘനീകരണ മർമ്മങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളാണ്. ഇനി അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ ഏതെല്ലാം രീതിയിലാണ് എത്തപ്പെടുന്നത്? കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയരത്തിൽ പോകുന്ന പൊടിപടലങ്ങൾ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന പൊടിപടലങ്ങളൊക്കെയാണ് അന്തരീക്ഷത്തിൽ എത്തുന്ന പൊടിപടലങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അന്തരീക്ഷത്തിലേക്ക് പൊടിപടലങ്ങൾ എത്തുന്നത് എങ്ങനെയൊക്കെയാണ്? കാറ്റിലൂടെ, അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ, ഉൽക്കകൾ കത്തുന്നതിലൂടെ. ഇനി നമ്മുടെ നിലനിൽപ്പിന് നമ്മുടെ അന്തരീക്ഷം എങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട്? കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു, ഹാനികരങ്ങളായ സൂര്യരശ്മികളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു. അന്തരീക്ഷവായു ജീവൻ നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. അന്തരീക്ഷത്തിലെ ജലാംശം നമുക്ക് ജീവൻ നിലനിൽക്കാൻ വേണം. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും എന്ത് വേണം? കാലാവസ്ഥാ പ്രതിഭാസങ്ങളൊക്കെ നടക്കണമെങ്കിൽ, മഴയൊക്കെ നടക്കുന്നതെങ്കിൽ പൊടിപടലങ്ങൾ അന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കണം. ഫാക്ടറികളിലെ പുക, വാഹനങ്ങളിലെ പുക, ഇതെല്ലാം അന്തരീക്ഷത്തിനെ ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷ മലിനീകരണം പല രീതിയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പം അന്തരീക്ഷ മലിനീകരണം ഇല്ലാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അതുപോലെ തന്നെ സൗരോർജം തുടങ്ങിയ ഊർജ രൂപങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, സുസ്ഥിര വികസനം നടപ്പിലാക്കുക. അപ്പോൾ ഇതൊക്കെ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്ന മാർഗ്ഗമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ട പരിഹാര മാർഗ്ഗങ്ങൾ തനിയെ തന്നെ ചെയ്യുക. അടുത്തത് അമ്ലമഴ. എന്താ അമ്ലമഴ? കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തും. അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡിൻ്റെ സ്വഭാവം കൈവന്ന് അവ ഭൂമിയിലേക്ക് വരും. അപ്പം മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5ൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായിട്ടാണ് കണക്കാക്കുക. ഇനി ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത് എത്രയാണ്? 7 അടുത്തത് അന്തരീക്ഷത്തിലെ പുക, പൊടിപടലങ്ങൾ, മാലിന്യങ്ങൾ, ഇതൊക്കെ പുകമഞ്ഞിൻ്റെ രൂപീകരണത്തിന് കാരണമാകും. അതുമാത്രമല്ല, ഇതിൻ്റെയൊക്കെ അനന്തരഫലം എന്ന് പറയുന്നത് പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാവുന്നതിന് കാരണമാകുന്നു. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, സൈക്കിള്, അതുപോലെ സൗരോർജ പാനലുകൾ, പിന്നെ ഇലക്ട്രോണിക് വാഹനങ്ങൾ, ഹൈഡ്രജൻ വെഹിക്കിൾസ്, ഇതൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ നമുക്കൊരു വിധം എന്ത് ചെയ്യാം? നമ്മുടെ അന്തരീക്ഷത്തിനെ സംരക്ഷിച്ച് നിർത്താം. ഇനി ഈ ചാപ്റ്ററിൽ അന്തരീക്ഷ പാളികളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പഠിക്കാം. വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക്